അഖിൽ മാരാർക്കെതിരെ സംവിധായകൻ ആലപ്പി അഷറഫ് രംഗത്തെത്തി. അഖിലിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അഖിൽ തന്നെയാണ് ഉത്തരവാദിയെന്നും ഞാനെന്ന അഹങ്കാരവും ഗുരുസ്ഥാനത്ത് നല്ലൊരു വഴികാട്ടി ഇല്ലാതെ പോയതുമാണ് തിരിച്ചടി ആയതെന്നുമാണ് ആലപ്പി അഷറഫ് പറയുന്നത്. സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ഒന്നിച്ചു വന്നിട്ടും വികലമായ സങ്കല്പങ്ങൾ കാരണം ഇതൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് അഖിൽ മാരാർ. താൻ നേടിയെടുത്ത സമ്പത്തുകൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന വേവലാതി അഖിൽ മാരാർ തന്നെ പൊതുമധ്യത്തിൽ വന്ന് പങ്കുവയ്ക്കുന്നു. വഴിയോരങ്ങളിൽ ഉപജീവനത്തിനായി ചെറുനാരങ്ങ കച്ചവടം നടത്തി നിത്യവൃത്തി കഴിഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് 3 കോടിയുടെ ആസ്തിയുള്ളവനായി മാറിയതിൻ്റെ പിന്നിൽ അയാളുടെ കഴിവും കഠിനാധ്വാനവും മാത്രമാണ്. പണം മാത്രമല്ല, പ്രശസ്തിയും ഒപ്പം അംഗീകാരവും അയാൾ നേടിയെടുത്തു. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യത്ത് പോലും മലയാളികൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായി കാത്തുനിന്നിരുന്നു. ആരിലും അസൂയയും അതിശയവും ഉളവാക്കും വിധമായിരുന്നു അയാളുടെ ഉയർച്ചയുടെയും വളർച്ചയുടെയും നാളുകൾ. അഖിലിന്റെ ഈ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വഴിയൊരുക്കിയത് ബിഗ് ബോസ് എന്ന ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോയാണ്. അതിലൂടെ അയാൾ നേടിയെടുത്ത പ്രേക്ഷക പിന്തുണയാണ്. ഭൂമിയുടെ കീഴിലുള്ള ഏത് കാര്യത്തെക്കുറിച്ചും ആധികാരികമായി അഭിപ്രായം വെച്ചങ്ങ് കാച്ചും. അതിൽ മിക്കവയും മണ്ടത്തരങ്ങളും വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതുമായിരിക്കും. സ്ത്രീകളുടെ പ്രസവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ ഊളത്തരം നമുക്കറിയാം. സ്ത്രീകൾ വളരെ ഈസിയായും കൂളായും വീടുകളിൽ ചെയ്തിരുന്ന പരിപാടിയായിരുന്നു പ്രസവം അത്രേ. ഡോക്ടർമാരും രക്ഷിതാക്കളും ചേർന്നാണ് അതിനെ സങ്കീർണമാക്കി മാറ്റിയതെന്ന്. പണ്ടൊക്കെ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് പോയി 2 കിലോ അരി ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകൾ ആസ്വദിച്ച് ചെയ്തിരുന്ന ആ പ്രക്രിയയെ ഒരു മാരക രോഗമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ആശുപത്രികളെന്നാണ് അഖിൽ മാരാർ അന്ന് പറഞ്ഞത്. എന്തൊരു ഊളത്തരമാണ്! ഈ വിവരക്കേടിനെതിരെ ഡോക്ടർമാരുടെ സംഘടന നിയമ നടപടിക്ക് തന്നെ ഒരുങ്ങിയിരുന്നു. സ്ത്രീകൾ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. അഖിലിനെ സാമർഥ്യമുള്ള മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായി പ്രശംസിച്ച മല്ലിക സുകുമാരന് അത് തിരുത്തി പറയേണ്ടി വന്നു. വഴിയെ പോകുന്ന ചെണ്ടയ്ക്കെല്ലാം അടിക്കുന്ന ഒരുത്തനാണ് അഖിൽ മാരാരെന്ന് മല്ലിക സുകുമാരനെ കൊണ്ട് പറയിപ്പിച്ചു. കൂടാതെ മല്ലിക പറയുന്നു, ഇയാൾക്ക് സ്വന്തമായി വ്യക്തമായ അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷേ ഇല്ല ഇപ്പോഴെന്ന്. ട്രോളന്മാർക്ക് ട്രോളാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഇയാളെന്നാണ്. പൃഥ്വിരാജിന്റെ വളർച്ചയിൽ അസ്വസ്ഥത തോന്നിയപ്പോൾ അഖിലൊന്ന് ചൊറിഞ്ഞതേ ഓർമ്മയുള്ളൂ. മല്ലിക സുകുമാരൻ കയറി അങ്ങ് മാന്തിപ്പറിച്ചു. നമുക്ക് ഉയരങ്ങളിലെത്താൻ പടികൾ തന്നവരെ മറക്കുവാനേ പാടില്ല. കാരണമേതുമില്ലാതെ അവരെ തള്ളിപ്പറയാനും പാടില്ല. അഖിൽ മാരാർക്ക് ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വഴികാട്ടിയായത് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയാണ്. അവിടെ നിന്നും ഇറങ്ങിയ അഖിൽ ആദ്യം പണി കൊടുത്തത് ആ റിയാലിറ്റി ഷോയ്ക്കെതിരെയും അതിലെ ക്രൂ മെമ്പേഴ്സിന് എതിരെയുമാണ്. ബിഗ് ബോസിനെ കുറിച്ച് അഖിൽ പറഞ്ഞത്, അതിലെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തതിന് ശേഷമാണ് അവസരം കൊടുക്കുന്നതെന്ന്. അഖിലിനെതിരെ അതിൽ പങ്കെടുത്ത സ്ത്രീകൾ ശക്തമായി പ്രതികരിച്ചതും നമ്മൾ കേട്ടതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നപ്പോൾ പറഞ്ഞ ഒരു വിടുവായിത്തം അയാളുടെ വിവരമില്ലായ്മയായി വിലയിരുത്തപ്പെട്ടു. അയാൾ പറഞ്ഞത്, ഓടുന്ന കാറിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് ആ രംഗം അതേപോലെ ഡെമോ ചെയ്യണമെന്ന്. ഇത് ഇരയെ ആക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതുമായിരുന്നു. അഖിലിന്റെ ജനപ്രീതി കണ്ട് അഖിലിനെ നായകനാക്കി സിനിമ എടുത്ത ഒരു പാവം സംവിധായകനും അതിന്റെ നിർമ്മാതാവും ഉണ്ട്. സംവിധായകൻ പറയുന്നു, പടം റിലീസിനോടടുത്ത സമയത്ത് അഖിൽ ജനങ്ങളെ മൊത്തം വെറുപ്പിച്ചുവെന്നും അതാണ് തിയേറ്ററിൽ ആള് കയറാഞ്ഞതെന്നും. പടത്തിന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെ അഖിലും സംവിധായകനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധവും നടന്നു. ഇവിടെ തനിക്ക് അഭിനയിക്കാൻ അവസരം തന്ന സംവിധായകനെയും ആ നിർമ്മാതാവിനെയും ഒക്കെ അഖിൽ കണക്കിന് ആക്ഷേപിച്ചു. അഖിൽ മാരാരുടെ ജനപിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതും സ്ഥാനാർത്ഥി മോഹം ഉദിക്കുന്നത്. കോൺഗ്രസ് പാളയത്തിൽ കയറി ഇറങ്ങി പല വാതിലുകളും മുട്ടിനോക്കി. ആ വാതിലുകളൊന്നും തുറന്നില്ല. തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മുഖം കാണുമ്പോൾ ചാണകമെറിയാൻ തോന്നുന്നുവെന്നാണ് അയാൾ പറഞ്ഞത്. എവിടെ, എപ്പോൾ, ആരോട് എന്ത് പറയണം എന്നതിനെയാണ് വകതിരിവ് എന്ന് പറയുന്നത്.
അഖിലിനെ സംബന്ധിച്ച് വകതിരിവ് വട്ടപൂജ്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ ചാണകം ചുമക്കണമെന്ന വ്യാമോഹവുമായി എത്തപ്പെട്ടത് 2020 മടയിലേക്കാണ്. സാബു ജേക്കബിന്റെ കഷ്ടകാലമോ മാരാരുടെ കഷ്ടകാലമോ എന്നറിയില്ല. ഒരു സീറ്റ് എന്തായാലും തരപ്പെട്ടു. അങ്ങനെ സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞ അഖിലിന്റെ ആദ്യത്തെ വെടി പിഷാരടിയുടെ നേർക്കാണ് ഉതിർത്തത്. അന്ന് അഖിൽ പറഞ്ഞത് ആരാണ് യോഗ്യനും അയോഗ്യനുമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ്. പാലക്കാട് നിന്നും തോൽക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ഞാൻ എന്തിനു പരിഹസിക്കണമെന്ന് തുടങ്ങി കുറേ ആരോപണങ്ങൾ പിഷാരടിക്ക് നേരെ തൊടുത്തുവിട്ടു. അളന്ന് തൂക്കി കൃത്യതയോടെ മർമ്മം നോക്കി മറുപടി പറയുന്ന പിഷാരടി അഖിലിന്റെ ആരോപണങ്ങൾക്ക് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. മാരാരുടെ വാക്കുകൾക്ക് സ്ഥിരതയില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അയാൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന്. പിഷാരടിക്ക് ഇത്രയധികം ദീർഘവീക്ഷണം ഉണ്ടെന്ന് ഇപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത്. തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ മാരാർ പൊതുമന്ദിരത്തിൽ വന്ന് 2020യെയും സാബു ജേക്കബിനെയും തള്ളിപ്പറഞ്ഞു. മാരാർ പറയുന്നു, സാബു ജേക്കബ് NDAയിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണെന്ന്. BJPയിൽ നിന്ന് 40 കോടി വാങ്ങി. എനിക്കിതൊരു നഷ്ടക്കച്ചവടമായിരുന്നു. എൻ്റെ 70,000 ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടപ്പെട്ട ജനതയാണ് എന്നെ ഇപ്പോൾ തെറി വിളിക്കുന്നത്. എൻ്റെ വരുമാനമെല്ലാം നിലച്ചു. ഇപ്പോൾ ഒരു പരിപാടിക്കും ആരും എന്നെ വിളിക്കുന്നില്ല. എൻ്റെ BMW ബൈക്ക് വിൽക്കേണ്ടി വന്നു. ഭാര്യയുടെ സ്വർണമെല്ലാം പണയത്തിലായി. സാബു ജേക്കബ് 2 മാസത്തിലേറെയായി വിളിച്ചാൽ ഫോണും എടുക്കുന്നില്ല. എന്നെ അയാൾ ചതിക്കുകയായിരുന്നു എന്നൊക്കെയാണ് വിളിച്ചു കൂവിയത്. അഖിൽ കരഞ്ഞു വിലപിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ മാരാരോട് സ്നേഹവും മനസ്സലിവും ഒക്കെ തോന്നിപ്പോയി. എന്നാൽ സാബു ജേക്കബ് തിരിച്ചൊരു മിസൈൽ ഇട്ടപ്പോൾ മാരാർ അക്ഷരാർത്ഥത്തിൽ ഭസ്മമായി പോയി. അത് മാരാർ പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായ ഒരു വോയിസ് ക്ലിപ്പായിരുന്നു. അതിൽ മാരാർ വ്യക്തമായി പറയുന്നുണ്ട്, താൻ രാഷ്ട്രീയത്തിൽ വന്നത് പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയാണെന്ന്. ഇതുകൂടാതെ സാബു ജേക്കബിന്റെ വക മറ്റൊരു അടികൂടി വന്നു. സ്ഥാനാർത്ഥിയാകാൻ മാരാർ കരഞ്ഞ് കാലു പിടിച്ചുവെന്ന്. അഖിലെ, തൻ്റെ ദീനരോധനം കേട്ടപ്പോൾ തന്നോട് അല്പം സ്നേഹവും അനുകമ്പയും ഒക്കെ തോന്നിയതാണ്. പക്ഷേ താൻ പറഞ്ഞതൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള തന്ത്രമാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളതുകൂടി പോയി കിട്ടിയെന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞു വയ്ക്കുന്നത്.